കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് 15 മുതൽ തിരൂരങ്ങാടിയിൽ വെച്ച് നടക്കും. ചേറൂർ ഡാസ്ക് ക്ലബ്ബ്, തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി എന്നിവ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത്. അംഗീകൃത ഫുട്ബോളിന്റെ ആവേശവും സൗന്ദര്യവും താഴെത്തട്ടിലുള്ള കാണികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത്. തിരൂരങ്ങാടി ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഇതാദ്യമായാണ് കേരള പ്രീമിയർ ലീഗിലെ പ്രൊഫഷണൽ ടീമുകൾ ഉൾപ്പെടെ 16 ടീമുകളുടെ നോക്കൌട്ട് മത്സരം നടക്കുന്നത്. അംഗീകൃത ഫുട്ബോളിൻ്റെ നിയമാവലി പ്രകാരമാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിലെ മുൻനിര ടീമുകൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കും. മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ KFAയുടെ അംഗീകൃത റഫറിമാരാണ് മത്സരം നിയന്ത്രിക്കുക. ദിവസവും വൈകിട്ടാണ് മത്സരങ്ങൾ. 5000 പേർക്കുള്ള ഗാലറിയാണ് ടൂർണമെന്റിനായി ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടു കൂടിയുള്ള സെവനൈസ്ഡ് ടൂർണമെന്റ് തിരൂരങ്ങാടി സ്റ്റേഡിയത്തിൽ തുടങ്ങാൻ പോവാണ്. 15-ന് നാളെ വൈകിട്ട് 8 മണിക്ക് തുടങ്ങും. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം, ഒരു നല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുന്നത്. അപ്പോ ഈ ടൂർണമെന്റ് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സഹകരണം, ഏത് ടൂർണമെന്റ് ആണെങ്കിലും ഏത് പരിപാടിയാണ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വളരെ അത്യന്താപേക്ഷിതമാണ്. അതുണ്ടാവണമെന്ന് ആദ്യം തന്നെ പറയാണ്. വിവിധ ഭാരവാഹികളായ M. മുഹമ്മദ് സലീം, ജലീൽ മയൂര, ഡോക്ടർ PM സുധീർ കുമാർ, നഹീം, സുബൈർ അരിമ്ര, ഡോക്ടർ മുഹമ്മദ് അലി മുനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.